പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേത്തി കേത്തി എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് അർത്ഥം. കേത്തി എന്ന് പറഞ്ഞാൽ കൃഷി. എന്നാൽ കേത്ത് എന്ന് പറഞ്ഞാലോ? കേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ എന്നാണ് അർത്ഥം. താലാബ്, കിണർ ഉണ്ട്, അത് വെള്ളം എടുക്കുന്ന സ്ഥലമാണ് കിണർ. അതിന് കുയ എന്നാണ് പറയുക. എന്താണ് കുയ അല്ലെങ്കിൽ കുവ എന്ന് പറയും. കുയ അല്ലെങ്കിൽ കുവ എന്ന് പറയും. എന്താണ്? കിണർ. എന്നാൽ താലാബ് എന്ന് പറഞ്ഞാൽ കുളം എന്നാണ് അർത്ഥം. താലാബ് കുളം. അപ്പോൾ കുളത്തിലും വെള്ളമുണ്ട്, കിണറിലും വെള്ളമുണ്ട്. എന്നാൽ കിണറിന് പറയുന്ന പേരാണ് കുവ അല്ലെങ്കിൽ കുയെ. ഇത് കുളത്തിന് പറയുന്ന പേര് താലാബ്, കുളം. ഈ ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, നമുക്കറിയാം അല്ലേ? കാറ്റ്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കൊടുങ്കാറ്റിന് എന്താ പറയുക? തൂഫാൻ എന്നാണ് പറയുക. കൊടുങ്കാറ്റ്, തൂഫാൻ. കൊടുങ്കാറ്റിന് എന്താ പറയുക? തൂഫാൻ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. എന്നാൽ പവൻ എന്നും പറയും. കാറ്റിന് എന്ത് പറയും? പവൻ. പവൻ എന്ന് പറഞ്ഞാലും കാറ്റ് എന്നാണ് അർത്ഥം. കൊടുങ്കാറ്റിന് തൂഫാൻ. എന്നാൽ പറയാം ചുഴലിക്കാറ്റിന് ബവണ്ടർ എന്നാണ് പറയുക. എന്താണ് ബവണ്ടർ? ചുഴലിക്കാറ്റ്. കറങ്ങി കറങ്ങി വരുന്ന കാറ്റ് പറയുന്ന പേരാണ് ബവണ്ടർ. അതുപോലെ ശക്തിയായിട്ട് വരും. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചെറിയ ചുഴലിക്കാറ്റല്ല. ബവണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് ലോറിയൊക്കെ എടുത്ത് കറക്കി കൊണ്ടുപോകാൻ പാത്രം അത്രമാത്രം ശക്തിയുള്ള കൊടുങ്കാറ്റ്, ചുഴലിക്കൊടുങ്കാറ്റാണ് ബവണ്ടർ എന്ന് പറയുന്നത്. മജ്ദൂർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അല്ലേ? മജ്ദൂർ, മജ്ബൂർ, മജ്ദൂരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആകും എന്താണെന്നല്ലേ. നമുക്കത് വ്യക്തമായിട്ട് പഠിക്കാം. മജ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്നാണ് അർത്ഥം. മജ്ദൂരി എന്ന് പറഞ്ഞാൽ തൊഴിൽ. മജ്ദൂരി എന്ന് പറഞ്ഞാൽ തൊഴിൽ. മജ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്ന ആൾ. എന്നാൽ മജ്ദൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊഴിലിൻ്റെ വേതനം എന്നുള്ള അർത്ഥമുണ്ട്. വേതൻ എന്ന് പറഞ്ഞാൽ വേതനമാണ്. വേതൻ എന്ന് പറഞ്ഞാൽ വേതനമാണ്. മജ്ദൂരി എന്ന് പറഞ്ഞാൽ വേതനം എന്നും അർത്ഥമുണ്ട്. ദോസ്ത്, ദോസ്ത് സ്നേഹിതൻ. ദോസ്ത് എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ. ദോസ്ത്. മേരാ ദോസ്ത്, ഏ മേരാ ദോസ്ത്, ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഏ മേരാ ദോസ്ത്, ഇതെൻ്റെ സ്നേഹിതനാണ്. മേരാ ദോസ്തേ, എൻ്റെ കൂട്ടുകാരനാ. മേരാ ദോസ്തേ, എൻ്റെ കൂട്ടുകാരനാണ്. മേരാ ദോസ്ത്, എൻ്റെ കൂട്ടുകാരൻ. ദോസ്ത് കൂട്ടുകാരൻ, മേരാ ദോസ്ത് എൻ്റെ കൂട്ടുകാരൻ. ബുഡ, ബുഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുഡ, ബുഡ എന്നൊക്കെയാണ് ആൾക്കാർ പറയുക. ബുഡ, ബുഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധനായൊരു പുരുഷൻ. വൃദ്ധനായ പുരുഷനെ പറയുന്ന പേരെന്താണ്? ബുഡ. എന്നാൽ സ്ത്രീ ആണെങ്കിലോ ബുഡ്ഡി എന്ന് പറയും. വൃദ്ധയായ സ്ത്രീക്ക് എന്താ പറയുക? ബുഡ്ഡി എന്ന് പറയും. കേത്തുവാടി എന്ന് പറഞ്ഞാലോ? നമ്മൾ നേരത്തെ പഠിച്ചുല്ലേ? കേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വയലാന്ന് പഠിച്ചു. കേത്തി എന്ന് പറഞ്ഞാൽ കൃഷിയാണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്നാൽ കേത്തുവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം, കൃഷി സ്ഥലം. മജ്ദൂരി എന്ന് പറഞ്ഞാൽ കൂലിവേല. മജ്ദൂരി കൂലിവേല. കൂലിവേല എന്നുണ്ട്, കൂലി എന്നുമുണ്ട്. മജ്ദൂരി എന്ന് പറഞ്ഞാൽ കൂലി എന്നും അർത്ഥമുണ്ട്, കൂലിവേല എന്നും അർത്ഥമുണ്ട്. ജീൽ, കായൽ. ജീൽ എന്ന് പറഞ്ഞാൽ കായൽ എന്നുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് കടലായിട്ടും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീൽ, കടൽ അല്ലെങ്കിൽ കായലാണ്. കടൽ എന്നും ചിലപ്പോൾ സാന്ദർഭികമായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ വാക്ക്. ഗോൽമാൽ, കുഴപ്പം. ഗോൽമാൽ, കുഴപ്പം. ഗോൽമാൽ, കുഴപ്പം. പിന്നെ അതിന് ഗഡ്ബഡ് എന്ന് പറയാറുണ്ട്. എന്താണ്? ഗഡ്ബഡ് എന്ന് പറയാറുണ്ട്. ഗോൽമാൽ, കുഴപ്പം അല്ലെങ്കിൽ ഗഡ്ബഡ്, കുഴപ്പം. ഇത് ഗുസൽഖാന. ഗുസൽഖാന എന്ന് പറഞ്ഞാൽ കുളിമുറിയാണ്. കുളിമുറി, ഗുസൽഖാന. കുളിമുറിക്ക് സ്നാൻഗർ എന്ന് പറയാറുണ്ട്. സ്നാൻഗർ എന്നും പറയാറുണ്ട്. ഗുസൽഖാന, ഗുസൽഖാന, കുളിമുറി. അടുത്തത് എന്താണ്? മറ്റൊന്ന് കട്ടോരി. കട്ടോരി എന്ന് പറഞ്ഞാൽ കിണ്ണം, കപ്പ്, കിണ്ണം എന്നൊക്കെ അർത്ഥമാണ്. പക്ഷേ ബൗളില്ലേ? ബൗള്. വലിയ ബൗളിന് കട്ടോര എന്ന് പറയും. ചെറുതാണെങ്കിൽ അതിന് കട്ടോരി എന്ന് പറയും. വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആവശ്യത്തിനാണെങ്കിൽ കട്ടോരി എന്ന് പറയും. കപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ കപ്പിന് പ്യാല എന്ന് പറയും. പ്യാല എന്ന് പറയും കപ്പിന്. എന്നാൽ കട്ടോരി എന്ന് പറയാറുണ്ട് കപ്പിന്. കട്ടോര എന്ന് പറഞ്ഞാൽ ബൗളാണ്. സുരായി, കൂജ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് മൺകുടം ഉണ്ടല്ലോ, ഒരു മണ്ണിൻ്റെ കൂജ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂജ. ആ കൂജയ്ക്ക് സുരായി എന്നാണ് പറയുക. സുരായി, സുരായി, കൂജ. സുരായി, കൂജ. സാണ്ട് എന്ന് പറഞ്ഞാലോ? സാണ്ട്, കാള. നമുക്കറിയാമല്ലേ? പശു എന്ന് നമ്മൾ പറയുന്നത് ഗായ് എന്നാണ് അല്ലേ? ഗായ്, പശു. ഗായ്, പശു. എന്നാൽ കാളയ്ക്ക് സാണ്ട്. കാളയ്ക്ക് സാണ്ട്. കീശ,
ഇത് നമ്മുടെ കീശയാണ്, പോക്കറ്റ്. പോക്കറ്റിന് പറയുന്ന പേരാണ് ജേബ്. പോക്കറ്റിന് പറയുന്ന പേര് ജേബ്. ജേബ് കീശ. ഇത് ഫാഡന, കീറുക. ഫാഡന എന്ന് പറഞ്ഞാൽ കീറുക. പീന എന്ന് പറഞ്ഞാലോ, പീന കുടിക്കുക. എന്ത് കുടിക്കുക? എന്ത്? പാനി പീന, ദാറു പീന. പാനി പീന എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക. ദാറു പീന എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക. പരിവാർ, പരിവാർ കുടുംബം. പരിവാർ കുടുംബം. മേരി, മേരി പരിവാർ എൻ്റെ കുടുംബം. മേരി പരിവാർ എൻ്റെ കുടുംബം. നഹാന കുളിക്കുക. നഹാന കുളി. നഹാന കുളി. നഹാന കുളി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഒക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വാട്സാപ്പ് ക്ലാസ്സിന് വേണ്ടി ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഇതിൽ ഹമാര അക്കാഡമിയുടെ ഫോൺ നമ്പറിൽ നിങ്ങൾ വേണ്ട നമ്പർ, വാട്സാപ്പ് നമ്പറും അത് തന്നെയാണ്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു നല്ല ഓഫറുണ്ട്. അതായത് ഈ 2000 രൂപയുടെ കോഴ്സ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി പൈസയ്ക്കാണ് പഠിപ്പിക്കുന്നത്. വെറും 1000 രൂപയ്ക്കാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഈ ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ. ഹമാര അക്കാദമി എങ്ങനെയാണ് നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത് പല ജീവിതാന്തസ്സുകളിലുള്ളവർ. ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ വീട്ടമ്മയാണ്, ഒരാൾ കച്ചവടക്കാരനാണ്, ഒരാൾ ചന്തയിലെ ബിസിനസ്സാണ്, വേറൊരാൾക്ക് ഹോട്ടലാണ്, ഒരാൾക്ക് ഒരു ഫാക്ടറി നടത്തുന്ന ആളാണ്, വേറൊരാൾ വലിയ വ്യവസായിയാണ്, ഒരാൾ സെയിൽസ്മാനാണ്, വേറൊരാൾ ട്രാവൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇവർക്കെല്ലാം വ്യത്യസ്തമായ വാക്കുകൾ ആണ് ആവശ്യം. എല്ലാവർക്കും ഒരുപോലെയുള്ള വാക്കുകളല്ല ആവശ്യം. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള പ്രത്യേകം വോക്കബുലറി നിർമ്മിച്ച് തന്നുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഹമാര അക്കാദമിയിൽ അങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അല്ല തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് എന്നാൽ നിങ്ങൾ കയറിക്കോ എന്ന് പറയല്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പുതിയ പഠന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളായാലും എഞ്ചിനീയർ ആയാലും, നിങ്ങൾ വീട്ടമ്മയായാലും, ബിസിനസ്സുകാരനായാലും, സെയിൽസ്മാൻ ആയാലും, ട്രാവൽ ബിസിനസ് ചെയ്യുന്ന ആളായാലും, നിങ്ങൾ റോഡ് സൈഡ് കച്ചവടക്കാരനാണെങ്കിലും, ഏത് തരത്തിലുള്ള, നിങ്ങൾ കൃഷിക്കാരനാണെങ്കിൽ കൃഷിക്കാരൻ, ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അത് നമ്മൾ നിർമ്മിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്ലാസ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു പഠന രീതിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് 1 മാസമായി. അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ. അപ്പോൾ പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ്, 1 മാസം കൊണ്ട്. സാർ, എനിക്ക് ഈ അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ. അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹമാര ഹിന്ദി അക്കാദമിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ 1 മാസമായി. കഴിഞ്ഞ മാസം 10-ാം തീയതി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാനുവരി 10. ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക. അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയുന്നില്ല. ഫോർമൽ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട്. ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതിന്നാണ് കിട്ടിയിരിക്കേണ്ട ഞാനതിൽ വളരെയധികം താങ്ക്ഫുള്ളാണ് സാറോട്. ഞാനും സാറിനെ യാദൃശ്യമായിട്ട് കണ്ടതാണ്. വളരെ കാലമായി ഒരു ആഗ്രഹമായിരുന്നു ഹിന്ദി പഠിക്കണമെന്ന്. അതിപ്പോൾ സാധിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ അടുത്ത കാലത്തായി വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് ഈ ഹിന്ദി ഭാഷ അറിയാതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹിന്ദി പഠിക്കണമെന്നൊരാഗ്രഹം ഇപ്പോൾ കൂടുതലായി വന്നു. യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹമാര അക്കാദമി ആണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ക്ലാസ് ചേർന്നപ്പോൾ എനിക്ക് 1 മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഹിന്ദി സംസാരിക്കണം, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ചേർന്ന് പഠിക്കാം. ഞാനിപ്പോൾ ഹിന്ദിക്കാരുമായിട്ട് നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു തുടങ്ങി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്. എനിക്ക് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പല സംശയങ്ങളുണ്ടാകും, പ്രായമെത്തിയുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏത് പ്രായക്കാർക്കും നിഷ്പ്രയാസം പഠിക്കാവുന്നൊരു ഭാഷയാണ് ഹിന്ദി.